ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത പരിചയമുള്ള പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ്. നമുക്കറിയാം വയനാടൊക്കെ ഉരുൾപൊട്ടലുണ്ടായിട്ട് എത്ര ആളുകൾക്കാണ് വീടും കാര്യങ്ങളും. അതുമാത്രമല്ല, കേരളത്തിൽ ലക്ഷക്കണക്കിന് വീടുകൾ അത്തരം ആളുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ലീഗിൻ്റെ നേതൃത്വത്തിൽ എന്നുള്ളത് പച്ചക്ക് പറയുന്നതിന് ഒരു മടിയില്ല. പക്ഷെ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രസ്താവന കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കർണാടകയിലെ ബാംഗ്ലൂരിൽ 10,000-ഓളം വരുന്ന ആളുകൾ അനാഥമായിരിക്കുന്നു, വീടില്ലാതായിരിക്കുന്നു. ആ വിഷയം വന്നപ്പോൾ ഞമ്മക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാർത്താ മാധ്യമങ്ങളോടുള്ള സംസാരം കേട്ടുകൊണ്ട് തരിച്ചുപോയി സത്യത്തിൽ. കാരണം പി ചിദംബരം അടക്കം അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ. ഇന്നിപ്പോൾ KC വേണുഗോപാൽ AICC അതിൻ്റെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, നടക്കാൻ പാടില്ലാത്തതാണ്. അവരെ പുനരധിവസിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പുനരധിവസിപ്പിക്കുന്നത് വരെ അത് തെറ്റന്നായിട്ട് തുടരുകയാണ്. അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം കോടിക്കണക്കിന് രൂപ സമ്പത്തും കാര്യങ്ങളും ഉള്ള ഒരാളാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഇപ്പോൾ VD സതീശനെ പഠിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഇങ്ങനെയാണ്, എടുത്ത് ചാടിങ്ങാണ്ട് അത് മറ്റേ രീതിയിലാണ് എന്ന് പറഞ്ഞ ആൾക്കാർ. എങ്ങനെയാണ് കൂട്ടരെ ആ കോലത്തിൽ ഇടിച്ച് നിരത്തുന്നത് കാണുമ്പോൾ? ഒരു മനുഷ്യരല്ലേ, എല്ലാവരും പ്രതികരിച്ചു പോലെ. അതിനെ തെറ്റായിട്ട് കാണാൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും മറ്റുള്ളവർക്കൊക്കെ തോന്നിയിട്ടുണ്ട് അത് വലിയ തെറ്റായിട്ടുണ്ട്. കർണാടകക്കാർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് അത് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ പോലും എടുത്തു ചാടി എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് VD സതീശൻ മുനമ്പം വഖഫ് വിഷയത്തിൽ പറഞ്ഞ മാതിരി അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഈ ഒരു പ്രസ്താവനയെ നമ്മൾ കാണുന്നത്. ഞാനും നിങ്ങളൊക്കെ സുഖമായിട്ട് ഉറങ്ങി, അത് അവനാന് വരണം. അവനാന് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രയാസം അറിയുള്ളൂ. നമ്മളൊക്കെ സുഖകരമായിട്ട് ഈ മലബാർ ഏരിയയിൽ പ്രവാസികളുടെ വിയർപ്പ് കൊണ്ട് വിദേശത്ത് പോയി നയിച്ചുണ്ടാക്കിയ സംഗതികൾ കൊണ്ട് സുഖമായി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് ഉറുപ്പ്യ മുതൽ ആസ്തിയുള്ള ഒരു വ്യക്തി. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഏതോ ഒരു വണ്ടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പോർഷെ കാർ ടാക്സ് അടച്ച് കടക്കാത്ത എന്തോ ഒരു വിഷയത്തിൽ ഒരു വിവാദമൊക്കെ കുറേ കൊല്ലം മുമ്പ് നടന്നിരുന്നു. അന്നത്തെ കാലത്ത് ആഡംബര കാറിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വിഷയം നടന്നായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനത്തെ ഒരുപാട് സ്വത്തുള്ള കുറേ ആൾക്കാരെ ഭൂമി നഷ്ടപ്പെട്ട വിഷയമല്ല അവിടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ചേരിയിൽ താമസിക്കുന്ന പാവപ്പെട്ടവരായ മനുഷ്യരുടെ ആകെ കടന്നുറങ്ങാനുള്ള, ഈ തണുപ്പത്ത് അല്ലെങ്കിൽ മഴയത്ത് കടന്നുറങ്ങാനുള്ള ആ ഒരു ഇരിക്കക്കൂര നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലാണ് എല്ലാവരും കയറി പ്രതികരിച്ചിട്ടുള്ളത്. അത് കർണാടക സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ ആ ഒരു പ്രസ്താവന വലിയ വിഷയമാണത്. നമ്മൾ ആഗ്രഹിച്ച എന്താ പറയുക, ലീഗ് അതിൽ അങ്ങേയറ്റം വേദനിക്കുന്നു. വീട് നഷ്ടപ്പെടാനല്ല ലീഗ് ഇത്രയും കാലം പണിയെടുത്തത്, വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ലീഗ് എടുത്തത് എന്ന് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് പറഞ്ഞിട്ട് അതിനെ ആ കോലത്തിൽ പറഞ്ഞ് കൃത്യമായി അതിനെ വിലയിരുത്തിയിട്ടുള്ളൊരു പ്രതികരണമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തിയത് എങ്കിൽ നമുക്ക് ഇത്ര പ്രയാസം ഉണ്ടാവില്ലേന്നു. അത് ഇടിച്ചു പൊളിച്ച ആളുകളെ ന്യായീകരിക്കുക മാത്രമല്ല, അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ പത്രമാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഇവിടെയുള്ളൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനാൻ്റെ ആൾക്കാർ എന്ത് തന്നെ ചെയ്താലും അതിനെ ന്യായീകരിക്കുക. അതന്നെ ഇപ്പോൾ BJP-കാരും ചെയ്യുന്നത്. UP നേരത്തെ ബുൾഡോസർ രാജ് പള്ളികളും മദ്രസകളും ചേരികളും ഒക്കെ ന്യൂനപക്ഷങ്ങളുടെ മേൽ അതിക്രമണം ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന എത്ര സംഘീയ മനോഭാവങ്ങളെ നമ്മൾ കാണുന്നുണ്ട്, ഡെയിലി കാണുന്നുണ്ട്. അതേമാതിരി ഒരു പ്രസ്താവനയില്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. എന്നാൽ ലീഗിലെല്ലാവരും ഇല്ല കേട്ടോ, ലീഗിലെ പല ആളുകളും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്.
അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ സ്ഥലം സന്ദർശിച്ചു, ഷിബു മീരാനെ പോലെയുള്ള ആളുകൾ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ സിദ്ധരാമയ്യയുമായിട്ട് സംസാരിച്ചിട്ട് വാർത്തകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഏകപക്ഷീയമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയല്ല, നേരെ മറിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളെ നമ്മൾ പറയുന്നേ വേണ്ടേ. എന്നാലല്ലേ ഇനിയിപ്പോൾ അടുത്തില്ലെങ്കിലും ഒരു സൂക്ഷ്മത അത്തരം കാര്യങ്ങളിൽ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് കൃത്യമായി നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ, എങ്ങനെയാണ് എന്നൊക്കെ പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്നതിന് മുമ്പ് തന്നെ അതിനെതിരെ പ്രതികരിച്ച ആൾക്കാർ പോലും മോശക്കാരാണ്, എടുത്തുചാട്ടക്കാരാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ നമുക്കൊന്നും ഈ വിഷയത്തിൽ നമ്മളൊക്കെ ഇന്നലെ ഉഷാറായിട്ട് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ആർക്കും തണുപ്പ് പറ്റി മരിച്ചിട്ടില്ല, ആർക്കും ഇരിക്കക്കൂരില്ലാതായിട്ടില്ല. പക്ഷേ നമ്മളെക്കാൾ വളരെ മോശപ്പെട്ട രീതിയിൽ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കിടപ്പാടം ഇങ്ങനെ പൊളിഞ്ഞു വീഴുമ്പോൾ മനുഷ്യരുടെ അധികാരത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയിട്ട് പാവങ്ങൾ അവിടുന്ന് ഒഴിവാക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യരിൽ നിന്നുണ്ടാകേണ്ടതാണ്. അത് രാഷ്ട്രീയം കൊണ്ട് വരുന്നതല്ല. അതിനൊന്നും ആരും അംഗീകരിക്കാൻ പോകണില്ല. നേരെ മറിച്ച് അവരെ ഇടിച്ചു നിരത്താം, അപ്പുറത്ത് അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് നിങ്ങളിങ്ങോട്ട് മാറണം എന്ന് പറഞ്ഞ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളോടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? വേറെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു സ്ഥാപനം പൊളിച്ചു മാറ്റുകയാണെങ്കിലും ആ സ്ഥാപനം മാറ്റപ്പെടാനൊരു സ്ഥലം, നമ്മളൊരു വാടകപ്പേരിൽ നിന്ന് വേറൊരു വാടകപ്പേരിക്ക് പോവുകയാണെങ്കിൽ ആദ്യം വാടകപ്പേര എടുത്തിട്ടല്ലേ നമ്മൾ ഇപ്പുറത്തുനിന്ന് ഒഴിവാകുള്ളൂ. സ്വന്തം വീടാണെങ്കിലും ഇപ്പുറത്തുനിന്ന് ഒഴിവാകുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സർക്കാർ ഇവരെ പുനരധിവസിപ്പിക്കാൻ, അതായത് ഇവിടെ തെരുവിലേക്ക് ഇറക്കി വിടാനാണോ സർക്കാർ ഉദ്ദേശിച്ചത്? അവർ ഈ ഇന്ത്യ രാജ്യത്തെ ആളുകളല്ലേ? എത്ര കോടി അവർ വാങ്ങുന്ന തീപ്പെട്ടിക്ക് അവർ ടാക്സ് നൽകുന്നില്ലേ? അവർ വാങ്ങുന്ന എന്ത് പ്രൊഡക്റ്റിനും അവർ ടാക്സ് നൽകണില്ലേ? അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എത്രയോ വീടിൻ്റെ പദ്ധതികളുണ്ട് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ. എന്തേ അവിടുത്തെ കോൺഗ്രസ് സർക്കാരിന് ഈ ബുൾഡോസർ രാജ് യു പിയിലൊക്കെ നടത്തുന്നത് പോലെ നടത്താൻ തോന്നി? അവരും തമ്മിലെന്താ മാറ്റം? നേരെ മറിച്ച് ഒരു പുനരധിവാസമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ഒരു സ്ഥലം ക്ലിയർ ആകുമ്പോൾ അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിച്ച്, ആധാർ പരിശോധിച്ചുകൊണ്ട് അവരുടെ വീട് നമ്പറും ഇന്നതായിരുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട് അവരും ഈ രാജ്യക്കാരാണ് എന്നുള്ളത് ഉറപ്പുവരുത്തി അവർക്ക് പുനരധിവാസം നൽകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ല. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടൂലേ? അപ്പോൾ ഇത്തരം ആളുകളൊന്നും കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങൾ എടുത്തുചാട്ടക്കാരായിട്ട് അത്തരം ഗണത്തിൽ പെടുത്തരുത്. രാജ്യത്ത് സംഭവങ്ങൾ നടമാടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും. അത് സ്വാഭാവിക പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൽ നിന്ന് വരാൻ പാടില്ലാത്ത അത്തരം സ്റ്റേറ്റ്മെൻറ്റാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതൃത്വത്തിൽ നിന്നൊന്നും ഇങ്ങനെ വരാൻ പാടില്ല. കാരണം ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുത്തലല്ല, എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്ത പാരമ്പര്യം മുസ്ലിം ലീഗിനൊക്കെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ആശയപരമായിട്ട് രാഷ്ട്രീയപരമായി പല വിയോജിപ്പുകളുണ്ടെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്ന് തന്നെ പറയും, അതിലൊരു തർക്കമാണ്. പക്ഷേ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രസ്താവന, കുട്ടി സാഹിബ് വി ഡി സതീശന് പഠിക്കണോ എന്നൊരു സംശയം തോന്നി. വി ഡി സതീശത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് പ്രത്യേകമായൊരു ഒരു സ്വഭാവമാണ്. മുൻപ് വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ വി ഡി സതീശൻ വന്നിട്ട് പറഞ്ഞു അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെയൊക്കെ ചില മനോഭാവങ്ങളും ചില സംഗതികളും ചിലപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ശരിയല്ല. അത് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ്. അത് നടമാടാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവരെ പുനരധിവസിപ്പിക്കുന്നത് വരെ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ പ്രതിസ്ഥാനത്ത് തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എത്ര രൂക്ഷ വിമർശനത്തിന് വിധേയമാക്കിയാലും ആ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കുമ്പോൾ അത്തരം പ്രസ്താവനകളെ, കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രസ്താവനകളെ ന്യായീകരിക്കാൻ ഒരു തരത്തിലുള്ള നിർവാഹവുമില്ല എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.